أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. هن لباس لكم وأنتم لباس لهن. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, അതുപോലെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സത്യവിശ്വാസികളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല നാം ഈ പറയുന്നതും കേൾക്കുന്നതും സൽക്രമമായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ അധികം സന്തോഷത്തോടു കൂടിയുള്ള സംഗമമാണ് ജലാലിയ മജ്ലിസ്. ഒരുപാട് വിജ്ഞാന സന്ദേശങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രമുഖന്മാരാകുന്ന പല പണ്ഡിതന്മാരും ഇതിലൂടെ നമുക്ക് സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്പസമയം ഞാനും നിങ്ങൾക്ക് മുമ്പിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ശീർഷകത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു ജീവിതകാലം. ഒരുപക്ഷെ നിങ്ങൾ നമ്മളെക്കാൾ ഉപരിയായി കുടുംബജീവിതത്തിന്റെ മധുരവും കയ്പും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാകും ഈ ശബ്ദം കേൾക്കുന്നവരും കാണുന്നവരും. എന്നാൽ നമ്മളൊക്കെ കേട്ടതും നമ്മൾ അനുഭവിച്ചതും നമ്മൾ രുചിക്കുന്നതുമായ കുടുംബജീവിതമാണോ യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതം എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ. വർത്തമാന കാലഘട്ടത്തിൽ കുടുംബജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മാനം, അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് അറിയാത്തതുപോലെ എന്തൊക്കെയോ പേക്കൂത്തുകളായിക്കൊണ്ട് കുടുംബത്തിന്റെ അകത്തളങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വർത്തമാന ലോകം ഇന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുടുംബം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട് കുടുംബത്തിന്റെ ഒരു മഹിമയും അതിൻ്റെ ഒരു കെട്ടുറപ്പും. മലയാളത്തിൽ കുടുംബം എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കാറുണ്ട്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് അത്ര കുടുംബം എന്നതിൻ്റെ ഒരു വിവക്ഷയായി നമ്മൾ പറയാറുള്ളത്. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ ഇവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷം അലതല്ലുന്ന, ഇമ്പമുണ്ടാകുന്ന, സാഹോദര്യമുണ്ടാകുന്ന, സ്നേഹവും ഐക്യവും ഉണ്ടാകുന്ന ഒരു കെട്ടുറപ്പിന്റെ പ്ലാറ്റ്ഫോമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകൾക്ക് വർത്തമാന സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുടുംബത്തിന്റെ അകത്തളങ്ങൾ ഉണ്ടാവാം. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പുതിയ ഒരു ജീവിതത്തിലേക്ക്, ഇത്രയും കാലം കഴിഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിനൊക്കെ ഒരു മാതൃകയുണ്ട്. ഒരു ഇസ്ലാമികമായി നമ്മൾ അതിനെ ചിന്തിച്ച് നമ്മുടെ കുടുംബങ്ങളെ ഇസ്ലാമികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു സംഗമ ഭൂമിയായി നമ്മുടെ വീടുകൾ മാറും, നമ്മുടെ കുടുംബങ്ങൾ മാറും, സംശയമേ ഇല്ല. അതിൽ നമുക്ക് എവിടെയാണ് മാതൃകയുള്ളത്? ആരാണ് വഴികാട്ടിയായുള്ളത്? നമ്മൾ നമുക്കിഷ്ടം പോലെ നമ്മുടെ ദേഷ്യവും നമ്മുടെ സ്നേഹവും നമ്മുടെ കോപവും ഒക്കെ പ്രകടമാക്കിയിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ കുടുംബത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അതിനൊരു രസമില്ല, അതൊരു കുടുംബം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് കുടുംബത്തിൽ ഒരു ഐക്യവും സന്തോഷവും സ്നേഹവും അലതല്ലുന്ന രൂപത്തിലേക്ക് നമ്മൾ കുടുംബങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്? ആരെയാണ് നമ്മൾ റോൾ മോഡലായി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് വളരെ താഴ്മയോടുകൂടി പറയാനുള്ളത്, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഏതൊരു കോണിൽ നിന്ന് നോക്കിയാലും അത് പരിപൂർണമാണ്. ഒരു ആടിനെ മേയ്ക്കുന്ന ആൾക്ക് ഏത് രൂപത്തിൽ ആടിനെ മേയ്ക്കണമെന്ന് പോലും പരിശുദ്ധമായി ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. ഒരു നാട് ഭരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം നാട് ഭരിക്കേണ്ടതെന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പറയുന്നു. ഒരു പിതാവാകുന്ന ആൾ എങ്ങനെയായിരിക്കണം ഒരു പിതാവാകേണ്ടതെന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. ഉമ്മ എങ്ങനെയാണ്, ഭാര്യ എങ്ങനെയാണ്, മക്കൾ എങ്ങനെയാണ്, അധ്യാപകൻ എങ്ങനെയാണ്, വിദ്യാർത്ഥികൾ എങ്ങനെയാണ്, എല്ലാ നിഖിലമായ മേഖലകളിലേക്കും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഭാഗവും വിട്ടുപോകാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമ്പൂർണമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഭർത്താവ് എങ്ങനെയാവണമെന്ന് ഇസ്ലാമിൽ നോക്കി പഠിക്കുക. ഒരു ഭാര്യ എങ്ങനെയാവണമെന്ന് ഇസ്ലാമിൽ നോക്കി പഠിക്കുക. ഇസ്ലാമിൽ അതിന് മാതൃകകളുണ്ട്, വഴികളുണ്ട്, അതിന് വിജ്ഞാനവുമുണ്ട്. ഞാൻ ആദ്യത്തിൽ ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ അകത്താളുകളിലേക്ക് അകക്കാമ്പോലേക്ക് കടന്നു ചെന്നാൽ തന്നെ സുദൃഢമായ ഒരു കുടുംബ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. നമ്മുടെയൊക്കെ പല പല ഭാഷകളിൽ ഭാര്യ ഭർത്താവിനെ ഇണകളെന്നും മറ്റുമൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഖുർആനിൽ അതിനെ വളരെ കുറച്ചുകൂടി അടുത്ത ബന്ധമുള്ള, നമ്മുടെ ശരീരത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഭാര്യ ഭർത്ത ബന്ധത്തെ കുറിച്ച് പറഞ്ഞത്. കുടുംബജീവിതത്തിന്റെ അടിത്തറയായ ഭാര്യയും ഭർത്താവും, കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ അക്കൗണ്ട് നമ്പേഴ്സായ ഭാര്യയും ഭർത്താവും ഹുന്ന ലിബാസുൽ ലക്കും എന്നാണ്. എങ്ങനെയാണ്? ഹുന്ന ലിബാസുൽ ലക്കും, അവർ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രങ്ങളെ പോലെയാണ്. നമ്മൾ വസ്ത്രമാണ്. നോക്കൂ, നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വസ്തു, നമ്മുടെ വസ്ത്രമാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ അത് അറിയുന്നത് നമ്മുടെ വസ്ത്രങ്ങൾക്കാണ്. അതെല്ലാം മൂടി വെച്ചുകൊണ്ട് എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് നമ്മോട് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ വെച്ച് പറയാമായിരുന്നു, പക്ഷേ നമ്മയെല്ലാം പഠിച്ചു പരിപാലിക്കുന്ന ജഗനീന്താവായ അല്ലാഹുവിനറിയാം നമുക്ക് ഏത് ഉദാഹരണം വെച്ചുകൊണ്ടാണ് അതിനെ പറയാൻ ഏറ്റവും ഫിറ്റായ ഉദാഹരണം. ഹുന്ന ലിബാസുൽ ലക്കും, അവർ നിങ്ങൾക്ക് വസ്ത്രങ്ങളാണ്. എന്തൊരു ഉദാഹരണമാണല്ലോ. നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമാവാൻ, ആനന്ദകരമാവാൻ, വീട്ടിലേക്ക് ചെല്ലണമെന്നൊരു ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം തളംകെട്ടി നിൽക്കണം. വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളുമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് തോന്നില്ല, ആഗ്രഹം ഉണ്ടാവില്ല, ആവശ്യം നമ്മൾ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന് മാതൃകയും. ഒരു ഭർത്താവ് എങ്ങനെയാണ്, ഒരു ഭാര്യ എങ്ങനെയാണ്, ഒരു കുടുംബത്തിന്റെ അകത്തളങ്ങൾ എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തണമെന്ന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളണം. പാശ്ചാത്യ രൂപത്തിലേക്ക് നമ്മളെ കുടുംബങ്ങളെ നമ്മൾ കൊണ്ടുപോകരുത്. അപ്പോഴാണ് ഡിവൈസ്, മുത്തലാഖിന്റെ പേരിലും ഡിവൈസായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബങ്ങൾ കലഹിച്ചു പോകുന്നത്.
കുടുംബങ്ങൾ ഡിവൈസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇന്ന് നമ്മൾ കോടതികളിൽ ചെന്നാൽ ഭാര്യയും ഭർത്താവും പിരിയുന്ന കേസുകൾ തീർപ്പാക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഇണയെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അകറ്റുന്നു. നമുക്ക് കഴിയുന്നില്ല അവരെ ഉൾക്കൊള്ളാൻ. എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്ന ഒരു ലോകത്ത് നമ്മളൊരു മായാ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടുംബം എന്ന് വിചാരിച്ചത് വലിയൊരു സ്വപ്ന ലോകത്ത് നമ്മൾ കാണുന്ന ചിത്രങ്ങളിലും ഫിലിമുകളിലും സിനിമകളിലുമുള്ള കുടുംബ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊക്കെ അഭിനയമാണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി നമ്മുടെ മനുഷ്യന്മാർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നല്ല നല്ല കുടുംബ ജീവിതത്തിന്റെ സിനിമകൾ നമുക്ക് നൽകിയ ആ നായകന്മാരും നായികമാരും ഇന്ന് കുടുംബത്തിൽ സ്പ്ലിറ്റ് ആയിക്കൊണ്ട്, ഡിവൈസ് ആയിക്കൊണ്ട്, രണ്ട് തോണിയിലായിക്കൊണ്ട് ജീവിതം നയിക്കുകയാണെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അവർ നമ്മുടെ ടെലിവിഷനിലൂടെ നമുക്ക് നൽകിയ കുടുംബ ജീവിതം അവർക്ക് വേണം, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ. എന്നാൽ മുഅ്മിനെ, ചിന്തിക്കാൻ കഴിയുന്നവർ ചിന്തിക്കേണ്ടത് കുടുംബം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെറും അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമല്ല. അവിടെ നല്ല സ്നേഹമുണ്ടാവണം, ഐക്യമുണ്ടാവണം. ഭാര്യയും ഭർത്താവും തമ്മിൽ കടമകൾ അറിഞ്ഞുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവിടെ സന്തോഷം വരും. അവിടെ സന്തോഷത്തിന് വരാൻ കഴിയുകയുള്ളൂ. അവൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രങ്ങളെ പോലെയാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, നൊമ്പരങ്ങൾ അറിയുന്ന സ്വന്തം ഇണയെ നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിന് മധുരവും നിറവും കടന്നു വരുന്നത്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഭാര്യയുടെ പിതാവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ ബൈഅത്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്റെ ഭാര്യയെ, അവരുടെ മകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് ഒരുപാട് കരാറുകൾ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയതുപോലെ നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മകളെ എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു, തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് ലോകത്ത് മുഴുവൻ കുടുംബങ്ങളിലും സംഭവിച്ചതാണ്. നമ്മൾ കരുതും നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ഭാര്യ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ഭർത്താവ് മാത്രം എന്താ ഇങ്ങനെയായിപ്പോയത്. അപ്പുറത്തേക്കാണ് നമ്മുടെ നോട്ടം. അപ്പുറത്തുള്ള ഭർത്താവ് ഒരു വാഹനം വാങ്ങിയാൽ, അയ്യോ എൻ്റെ ഭർത്താവിന് അതിനുള്ള കഴിവില്ലല്ലോ, ഒന്നിനും പറ്റാത്തവനാണ്. അപ്പുറത്തൊരു വീട് വെച്ചാൽ അതുപോലത്തെ വീട് നമ്മൾ വെക്കണമെന്ന് വാശി പിടിക്കരുത്. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാത്ത സ്ത്രീ, ഭാര്യയാണ് ഏറ്റവും ഉത്തമയായ ഭാര്യ. പുറത്തുള്ള ലോകങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ കോട്ടകൾ കെട്ടരുത്. അല്ലാഹു തആല എല്ലാവരെയും ഒരുപോലെയല്ല ഈ ലോകത്തേക്ക് പടച്ചിട്ടുള്ളത്. സമ്പന്നന്മാരായവരെ അല്ലാഹു പടച്ചിട്ടുണ്ട്, മിഡിൽ കാസ്റ്റിലായിട്ട് അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്, ദരിദ്രരായി ജീവിക്കുന്നവർ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു നൽകുന്നതാണ്. അതിൽ നമ്മൾ സംതൃപ്തരായി കൊണ്ട് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം വിജയമാവുന്നത്. കൊട്ടാരത്തിൽ കിടക്കുന്ന രാജാവിനും പത്നിയായ രാജ്ഞിക്കും കിട്ടുന്നതിനേക്കാൾ മനസ്സമാധാനം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് കുടിലിൽ കഴിയുന്ന യാചകനും അവരുടെ ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് വെട്ടിപ്പിടിച്ചതുകൊണ്ട്, വലിയൊരു കൊട്ടാരം വെച്ചതുകൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരുപാട് സമ്പത്തിന്റെ കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നല്ലൊരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. മനസ്സമാധാനത്തോടു കൂടി ചെറ്റക്കുടിലിൽ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കുടുംബ ജീവിതം. നമ്മളെ മനസ്സിലാക്കുന്ന ഇണയും, ഇണയെ മനസ്സിലാക്കുന്ന ഭർത്താവും, ഉമ്മയെയും ഉപ്പയെയും മനസ്സിലാക്കുന്ന മക്കളുമുള്ള കുടുംബം എവിടെയാണോ ജീവിക്കുന്നത് അത് സ്വർഗമാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് നിന്ന് ഇതൊക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനെ ഒന്ന് പരിഗണിക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല. ഭാര്യയെ ഒന്ന് പരിഗണിക്കാൻ, സംസാരിക്കാൻ പോലും ഭർത്താവിന് സമയമില്ല.
അങ്ങനത്തെ ഒരു ലോകത്ത് മക്കളെ കാണുന്നു പോലുമില്ല. അങ്ങനത്തെ ഒരു ലോകത്ത്, അങ്ങനത്തെ ഒരു കുടുംബാന്തരീക്ഷമാണ് നമ്മുടെ നാടുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തകർച്ച ഉറപ്പാണ്, തകർന്നു തരിപ്പണമാകും. നമുക്ക് ഇസ്ലാമിക പാഠങ്ങളിലേക്ക് കണ്ണോടിച്ച് നോക്കാം. ഒരു ഭാര്യ ഭർത്താവിനോട് എത്രത്തോളം സ്നേഹം കൊടുക്കാൻ കഴിയും? ചില ഭാര്യമാരൊക്കെ പറയുമ്പോൾ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഭക്ഷണം വെച്ചു കൊടുക്കുന്നില്ലേ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല, എന്നിട്ട് എന്നോട് തിരിച്ചൊരു സ്നേഹം പോലും ഇല്ലല്ലോ, എനിക്കൊരു സൗകര്യം ചെയ്തു തരുന്നില്ലല്ലോ. എന്നാൽ ഞാൻ ഇങ്ങനെയുള്ള ഭാര്യമാരെ മാത്രം കുറ്റം പറയുകയില്ല. ഭർത്താക്കന്മാർ ഇങ്ങോട്ടുമുണ്ട്, ഇൻഷാ അല്ലാഹ് കടന്നു വരാം ആ ഭാഗത്തിലേക്ക്. ഭാര്യമാരുടെ സ്നേഹം അളക്കാൻ ഞാൻ ഒരു അളവ് കോഡ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്യണം. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബൂവത്ത് കിട്ടുന്ന കാലഘട്ടം. ഒരുപാട് വളച്ചുകെട്ടലുകളില്ലാതെ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 നമുക്കറിയാമല്ലോ, നബി 25-ാമത്തെ വയസ്സിലാണ് മഹദിയായ ഖദീജ ബീവിയെ തന്റെ ജീവിതത്തിലേക്ക് ഇണയായി കൊണ്ടുവരുന്നത്. ഇണയായി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഖദീജ ബീവി അതിന്റെ മുമ്പ് 2 വിവാഹങ്ങൾ കഴിച്ചു പോയിട്ടുണ്ട്. വിവാഹങ്ങൾ 2 കഴിഞ്ഞിട്ടുണ്ട്, അതിൽ സന്താനങ്ങളുമുണ്ട്. ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മുത്ത് ഹബീബിന്റെ പ്രായം 25, ഖദീജ ബീവിയുടെ പ്രായം 40. പക്ഷെ ഇന്നത്തെ കാലത്ത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ ജീവിതത്തിലേക്ക് കൂട്ടിപ്പിടിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി. മുത്ത് ഹബീബിന് 40 വയസ്സായി. അതായത് നുബൂവത്തിന്റെ കാലഘട്ടം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നുബൂവത്തിന്റെ കാലഘട്ടമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം തോന്നി തുടങ്ങി, എനിക്ക് ഒന്ന് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യണം. ആരുടെയും ബഹളങ്ങളോ ശബ്ദങ്ങളോ ഇല്ലാതെ തനിച്ചിരിക്കണം. ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, പ്രിയതമേ, എനിക്ക് ഒഴിഞ്ഞിരുന്നു കൊണ്ട് അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഭാര്യമാരോടൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ മറുപടി കൂടി നമ്മളൊന്ന് ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള മറുപടികൾ വരാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഒഴിഞ്ഞിരുന്ന് ഇബാദത്തിൽ മുഴുകാൻ ആഗ്രഹം തോന്നുന്നു, ഞാൻ ജബലുൻ നൂറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ശരി, നിങ്ങൾ പോയിക്കോളൂ. നമ്മുടെ ഭാര്യമാരാണെങ്കിലും എന്തൊക്കെ ശകവർഷങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പിരാന്താണ്? മലയിൽ കയറി ഇബാദത്ത് എടുക്കാൻ നിങ്ങൾക്ക് എന്താ മൂച്ചിപ്പിരാൻ തുടങ്ങിയോ? അല്ലെ, രസകരമായിട്ട് നമുക്കതൊക്കെ നിങ്ങളൊക്കെ ഇതിന്റെ ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ എന്ത് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്ത് അവർ മറുപടി പറയുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എത്ര സ്നേഹത്തിന്റെ ഒരു വാക്കാണ്, ലാളനയുടെ ഒരു പരിഗണിക്കലുടെ. മുത്ത് ഹബീബിനോട് പറയാൻ നബി പറഞ്ഞു, എനിക്ക് തനിച്ചിരുന്ന് ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം വരുന്നുണ്ട്. ഖദീജ ബീവി പറഞ്ഞത്, നബിയെ, ഭർത്താവിനോട് പറയാ, പ്രവാചകനായിട്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? എങ്കിൽ ആവാം, ആയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ ഭവനത്തിൽ നിന്ന് 950 മീറ്റർ, അതായത് 9.5 കിലോമീറ്റർ ദൂരെയുള്ള ജബലുൻ നൂർ ഹിറാ ഗുഹയിലേക്കാണ് പോകുന്നത്. മനസ്സിലാക്കണേ, 9.5 കിലോമീറ്റർ, 10 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുള്ള ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം. ഖദീജ ബീവി കുറച്ച് വെള്ളവും കാരക്കയും മൈദയും ഉപ്പുമൊക്കെ ഒരു പാത്രത്തിലായി അല്ലെങ്കിൽ സെഞ്ചിയിലാക്കിയിട്ട് പ്രിയതമനെ മുത്ത് ഹബീബിനെ അങ്ങോട്ട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി തനിച്ച് ഹിറാ ഗുഹയിൽ ഇരിക്കുകയാണ്. ചിലപ്പോൾ എല്ലാ ദിവസം മറ്റു ദിവസം ഇറങ്ങി വരും, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരില്ല. ആ സമയത്ത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ഭക്ഷണവുമായി ഹിറാ ഗുഹയിലേക്ക്, എത്ര കിലോമീറ്റർ അകലെയാണ്
9.5 കിലോമീറ്റർ അപ്പുറമുള്ള മല കയറി വേണം പോവാൻ. ഇന്ന് ഹജ്ജിനും ഉംറക്കും വേണ്ടി പോകുന്ന സമയത്ത് പോലും ഇന്ന് ബംഗാളികൾ ആ റോഡൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ വഴികൾ ഉണ്ടാക്കിയിട്ട് പോലും ഹിറാ ഗുഹയിൽ എത്തുന്ന സമയത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ 8-10 സ്ഥലങ്ങളിൽ ഇരുന്ന് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് കിതച്ച് ആക്കം പോലെ അങ്ങോട്ട് എത്താൻ കഴിയാത്ത ആളുകൾ ഒരുപാട്. എന്നാൽ ആരോഗ്യമുള്ളവർ തന്നെ അങ്ങോട്ട് കയറി ചെന്ന് 9 കിലോമീറ്റർ ഹിറാ ഗുഹയിൽ കാണുമ്പോൾ തന്നെ പകുതിയോളമാകും ജീവന്റെ. എന്നാൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിന്റെ കാലഘട്ടത്തിൽ ഖദീജ ബീവിയുടെ പ്രായം ഏതാണെന്ന് എൻ്റെ ഭാര്യമാർ, എൻ്റെ ഉമ്മമാർ ഒന്ന് കേൾക്കണേ. 55 വയസ്സാണ്. 55 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയതമനിരിക്കുന്ന ഹിറാ ഗുഹയിലേക്ക് 9.5 കിലോമീറ്റർ നടന്നുകൊണ്ട്, ആ നടത്തുമെന്ന് പറഞ്ഞാൽ നേരെയായ മാർഗത്തിലൂടെയെല്ലാം മല കയറി പോവുകയാണ്. കല്ലുകളും മുള്ളുകളും താണ്ടിയാണ് ആ യാത്ര പോകുന്നത്. ഓർക്കണേ, ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഖദീജ ബീവി തന്റെ പ്രിയതമനുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് 9.5 കിലോമീറ്റർ താണ്ടിയാണ്, മല കയറിയിട്ടാണ്. എന്നാൽ അതിനേക്കാൾ രസകരമായ ഒരു സംഭവമുണ്ട്. ഖദീജ ബീവിയുടെ വീട്ടിലുണ്ട് വളർത്തുമകനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വളർത്തുമകനായ ആ മകൻ ഖദീജ ബീവിയോട് പറയുന്നത്രേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. നബി ഹിറാ ഗുഹയിലല്ലേ, ഞാൻ കൊടുക്കാം, ഞാനൊരു കുട്ടിയല്ലേ, ആൺകുട്ടിയല്ലേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറയുമ്പോ ഖദീജ ബീവി പറയുന്ന ഉത്തരമാണ് എന്റെ ഭാര്യമാർ ഡയറിയിലെങ്കിലും കുറിച്ചു വെക്കേണ്ടത്. എന്താ പറയാ? എന്റെ പ്രിയതമന് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കും. ഇത് അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വെച്ചു കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. വീട്ടിൽ നിന്നും 9.5 കിലോമീറ്റർ സഞ്ചരിച്ച് മലമുകളിൽ കഴിയുന്ന തന്റെ പ്രിയതമനെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുമ്പോ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ വളർത്തുപുത്രനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ ഭർത്താവിന് ഞാൻ തന്നെ കൊടുക്കാം, അതാണ് എന്റെ സ്നേഹം. ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്റെ ഭർത്താവിന് എന്നോടുണ്ടാകുന്ന സ്നേഹമുണ്ടല്ലോ, അതുപോലെ എനിക്കത് കൊടുക്കാനുള്ള പ്രചോദനമുണ്ടല്ലോ. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, അടുക്കളയിൽ ഉപ്പ എവിടെ നിന്ന് ആ ജോലി കഴിഞ്ഞു വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോ മോളെ ആ വെള്ളം ഒന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന എന്റെ ഉമ്മമാരില്ലേ? പാടില്ല. ആ വെള്ളം കൊടുക്കേണ്ടത് ഭാര്യയാണ്. ആ കൊടുക്കുന്ന വെള്ളത്തിലൂടെ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയണം. വാതിലിൽ മുട്ടി വിളിക്കുമ്പോ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഭാര്യ, റൂമിലിരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഓടി വന്ന് വാതിൽ തുറക്കണം. മകളും മരുമകളും തുറക്കുന്ന വാതിലിനേക്കാൾ സ്നേഹവും പവറും കൂടും ഭാര്യ ആ വാതിൽ തുറന്നു കൊടുക്കുമ്പോ. അതല്ലേ കവി പാടിയത്, പൂമുഖവാതിക്കൽ സ്നേഹം പുലർത്തുന്ന പൂന്തിങ്കളാവണം ഭാര്യ. അതിനിപ്പോ കുറച്ച് സോഷ്യൽ മീഡിയയിൽ വേറെ അർത്ഥത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭാര്യമാരെ കുറിച്ച് പാട്ട് വന്നിട്ടുണ്ട്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നതല്ല, എന്താ പടം വിടർത്തി നിൽക്കുന്ന ഭാര്യ. എന്ത്, ജോലിക്ക് പോകുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു എടുത്തിട്ടില്ല, വാതിൽക്കൽ മുഖം വിറപ്പിച്ച് നിൽക്കുന്ന ഭാര്യമാരെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. എവിടെയാണ് മാതൃകയുള്ളത്? ഹിറാ ഗുഹയിൽ കിടക്കുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ തന്റെ വീട്ടിലുള്ള മകൻ ആവശ്യപ്പെട്ടപ്പോഴും സ്വന്തമായി നടന്നുകൊണ്ട് ആ മലമുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് പ്രിയതമന്റെ അരികിൽ ഭക്ഷണം വെച്ചു പോന്ന 55 വയസ്സുള്ള വാർദ്ധക്യത്തിന്റെ ദശയിലേക്ക് കടന്നു ചെല്ലുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്റെ ഭാര്യമാർ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം. എങ്കിൽ വിജയിക്കും നിങ്ങൾ. ഓടുമ്പോൾ ഇമ്പമുണ്ടാവും. ആകാൻ കഴിയുമോ നമുക്ക്? അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്റെ ഖദീജ എന്നായിരുന്നു. എന്റെ ഖദീജയെ പോലെ, എന്റെ ഖദീജ എന്ന് പലതവണ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പലതവണ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോ നോക്കിയാലും ഖദീജയെ കുറിച്ചേ പറയാനുള്ളൂ.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ദിവസം എത്തുമ്പോ മാംസം വേവിച്ചിട്ട് ഖദീജ ബീവിയുടെ സുഹൃത്തുക്കളായ വനിതകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പഠിച്ചില്ലേ? എന്താണ് ഖദീജ ബീവി ലോകത്തിനോട് വിട പറഞ്ഞു പോയിട്ടും ഖദീജ ബീവിയോടുള്ള സ്നേഹത്തിന്റെ ഒരു പൊട്ടുപോലും കുറഞ്ഞു പോയിട്ടില്ലല്ലോ. ഈ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ വരണം. ഈ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരണം. അപ്പോൾ കുടുംബം നല്ല ഐക്യത്തിലും സന്തോഷത്തിലുമാകും. ആ വീട്ടിലേക്ക് നമ്മൾക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടാകും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അധികം ആണുങ്ങളും കടകളിലും കമ്പോളങ്ങളിലും ക്ലബ്ബുകളിലും ഒക്കെ പാതിരാ സമയം വരെ ചെലവഴിക്കുന്നത് ഒരു സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. ഒരു സമാധാനം കിട്ടട്ടെ. വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല. അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെയാക്കണം, എന്താണ് ചോദ്യങ്ങളുടെ ശതവർഷമാണ്. അപ്പൊ സമാധാനം കിട്ടാൻ ക്ലബ്ബുകളിൽ പോകുന്നു, ബാറുകളിൽ പോകുന്നു, പുറത്തു പോയിരിക്കുന്നു, 10 മണിയായിട്ട് വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഇത് മാറ്റാൻ ഭാര്യമാർക്ക് കഴിയണം. എന്നാൽ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശാലമായി പറയാൻ പറ്റിയ ഒരു സമയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ നല്ല ഐക്യത്തിൽ, അല്ലാഹു തആല തനിക്ക് ദുനിയാവിൽ കരുതി വെച്ചതാണ് ഈ ഭാര്യയെ. ഈ ഭാര്യയുടെ ഉപ്പ 18-20 വർഷം ഈ പൊന്നുമോളെ നന്നായി നോക്കിയിട്ട് തന്റെ കരങ്ങളിലേക്ക് നിക്കാഹിന്റെ സമയത്ത് ഏൽപ്പിച്ചു തന്നുവെങ്കിൽ മരിക്കുവോളം നോക്കാനുള്ള കടമ ഭർത്താവിനുണ്ട്. പരസ്പരം പൊരുത്തപ്പെട്ടു പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും ഇതെല്ലാം തരണം ചെയ്ത് ജീവിക്കണം. അതാണ് കുടുംബജീവിതം. ഒരുപാട് പണം ഉണ്ടാകുക എന്നത് കുടുംബജീവിതത്തിന്റെ ഭാര്യ ബന്ധത്തിന്റെ നല്ല ലക്ഷണമല്ല. ഭർത്താവിനെ പരിഗണിക്കുന്ന ഭാര്യയും ഭാര്യയെ പരിഗണിക്കുന്ന ഭർത്താവും ഉണ്ടെങ്കിൽ ആ കുടുംബം സന്തോഷമാണ്. നല്ല റാഹത്തായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കുടുംബങ്ങളിൽ തർക്കങ്ങൾ, സ്വാഭാവികമായും തർക്കങ്ങൾ കടന്നു വരും. അവിടേക്ക് രമ്യമായി പരിഹാരങ്ങൾ ഉണ്ടാക്കണം. മഹിദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽപ്പെട്ട മറ്റൊരു പത്നിയാണ് സഫിയ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സഫിയ ബീബിയെ പലതവണകളിൽ ജൂതന്റെ മകളെ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നത്രേ. അല്ലേ? ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോ സഫിയ ബീവിയെ ജൂതന്റെ മകളെ എന്ന് വിളിച്ചു കളിയാക്കും, പരസ്പരം പോരടിക്കും. ഈ സമയം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഫിയ ബീവി എന്ന് പരാതി പറഞ്ഞു, നബിയേ, സംഗതി ഞാനും ആയിഷയും നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. പക്ഷെ ആയിഷ ബീവി ചില സമയങ്ങളിൽ എന്നെ ജൂതന്റെ മകളെ എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. ഇതിനൊരു തീരുമാനം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്ര വലിയ കാര്യമായി കാണേണ്ട കാര്യം എന്താണ് സഫിയ? വളരെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള മൂവ്മെന്റ് ആണ്. അത് നീ വിഷയമാക്കേണ്ട. നീ ആയിഷയേക്കാൾ 3 പദവികൾ മുകളിലാണ് സഫിയ. നീ ആയിഷയേക്കാൾ 3 പദവിയിൽ മുകളിൽ. ഏതാണ് ഒന്നാമത്തെ പദവി? നീ മൂസാ നബിയുടെ പരമ്പരയിൽപ്പെട്ട പെണ്ണല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട വനിതയല്ലേ? രണ്ടാമതോ ഹാറൂൻ നബിയുടെ സഹോദരന്മാരിൽപ്പെട്ട ആളല്ലേ നീ? മൂന്നാമതെന്താ? ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ? അപ്പൊ ആയിഷ ബീവിക്കുള്ളതിനെ ആയിഷ ബീവിക്ക് എന്താ ഉള്ളത്? ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. എന്നാൽ നീയോ 3 പദവികൾ നിനക്കുണ്ട്. മൂസാ നബിയുടെ കുടുംബ പരമ്പരയിലാണ് നിന്റെ ജന്മം. ഹാറൂൻ നബിയുടെ സഹോദരന്മാരിൽപ്പെട്ട ആളാണ് നീ. പോരായെന്താ? പ്രവാചകനായ എന്റെ ഭാര്യ കൂടിയല്ലേ? സഫിയ ബീവിക്ക് സന്തോഷമായി. ശരിയാണല്ലോ, ഐഷയേക്കാൾ ഉഷാർ ഞാൻ തന്നെ. സഫിയ ബീവിയുടെ മുതുകിൽ തട്ടിയിട്ട് വിട്ടു പോയിക്കോ. ഈ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ അവിടെ ഭൂകമ്പം നടക്കുമായിരുന്നു, അല്ലേ? അവൾ അങ്ങനെ പറഞ്ഞോ? നിന്നെ കളിയാക്കിയോ എന്ന് ചോദിക്കട്ടെ. അടിയും ബഹളവുമായി കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കൂ.
എന്ത് മനോഹരമായിട്ടാണ് ആ തർക്കം ഒരു വലിയ പ്രശ്നത്തിന് അന്തരീക്ഷം ഒരുക്കിയ അവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് അവളെ ഒന്ന് സോപ്പിട്ട് അല്ലെ, സഫിയ ബീവിയെ ഒന്ന് സ്ഥാനത്ത് കയറ്റി കൊടുത്ത് അതിന് മഹത്വമൊക്കെ മനസ്സിലായി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ ഒരു ടെക്നിക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും തമ്മിൽ തർക്കമുണ്ടായി. ഉമ്മയോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭാര്യയോട് നമുക്ക് ദേഷ്യപ്പെട്ടാലും ഭാര്യയെ റൂം വിളിച്ചിട്ട് പറയാം. ഭാര്യ എന്ന് പറയും, നിങ്ങളുടെ ഉമ്മാനെ സഹിക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. എന്താണത്? നമുക്കും കരി കൂടിയില്ലായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ഭാര്യ വരുമ്പോൾ നമ്മൾ പറയണം, നീ ബുദ്ധിയുള്ള നീ ഇങ്ങനെ ആയാലും ഉമ്മാക്ക് പ്രായമൊക്കെ ആയില്ലേ, അവരെ ഇനിയിപ്പോ പ്രായത്തിന് കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള നീയൊക്കെ നല്ല തറവാടിൽ ജനിച്ച് നീയൊക്കെ ഇങ്ങനെ ആയാലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു മാറ്റം വരും. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല. പിന്നെ ഉമ്മ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന വാക്ക് എന്താണെന്നറിയോ? ഭർത്താവ് പറഞ്ഞ ബുദ്ധിയുള്ള നീ അങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോൾ ഭാര്യ മുണ്ടൂല. എന്റെ സഹോദരന്മാരുടെ കുടുംബം എന്ന് പറയുന്ന ഈ മഹാസംഭവത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ചെറിയ ടിപ്സ് നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടാവണം, എങ്കിലേ ഇത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു പലഹാരമോ എന്തോ ഒരു കറിയോ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു. സ്വാഭാവികം. ഒരു ഭാര്യയുടെ വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരു ഭാര്യ സാധനം കൊടുത്തു വിടുക എന്ന് പറയുന്നത് ഈ ഭാര്യയെ കുറച്ച് മോശമാക്കലാണ്. ഇവളൊന്നും കൊടുക്കൂല, ഇവളുടെ ഭക്ഷണം ഒന്നും ഉഷാറല്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തു വിടുകയാണ് എന്നാണ് ആയിഷ ബീവിയുടെ ചിന്തയിൽ വന്നത്. ആയിഷ ബീവി കൊടുത്തുവിട്ട പാത്രം നിലത്ത് എറിഞ്ഞു പൊട്ടിച്ചു. ഈ ഒരു മൗനം എന്താണെന്ന് അറിയാം? ഇത് നമ്മുടെ വീട്ടിൽ നടന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കും? നബിക്ക് കൊടുത്തയച്ച, ഭർത്താവിന് കൊടുത്തയച്ച പാത്രം മറ്റൊരു ഭാര്യ എറിഞ്ഞു പൊട്ടിച്ചു, ഒക്കെ നിലത്ത് കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു എന്നാണ്. നബി പുഞ്ചിരിച്ചിട്ട് വേഗം പോയിട്ട് ആ പൊട്ടിയ പാത്രങ്ങളൊക്കെ പെറുക്കിയെടുത്തു. ആയിഷ ബീവിക്ക് മനസ്സിൽ സങ്കടം വന്നു. അയ്യോ, ചെയ്യണ്ടായിരുന്നല്ലോ, ഒരു അതിവേഗമായി പോയല്ലോ. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്ഥാനത്ത് നമ്മളും നമ്മുടെ ഭാര്യയുമായിരുന്നുവെങ്കിൽ ആ പെറുക്കിയെടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഭാര്യയുടെ പല്ലായിരിക്കും, അല്ലെ? ദേഷ്യം വരൂലേ? എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ തന്ത്രപരമായി കൊണ്ട് അവിടെ ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒന്നും ലാഭം നേടാനില്ല, എന്നാൽ ക്ഷമിച്ചതുകൊണ്ട് അവിടെ ഒരുപാട് നേട്ടങ്ങൾ. ആയിഷ ബീവിയുടെ മനസ്സിൽ ഒരു വിഷമം വന്നു. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി ആയിഷ ബീവി അങ്ങനെ ചെയ്യൂല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തട്ടലും മുട്ടലും പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ തരണം ചെയ്തു പോവാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ പരാജയപ്പെടും. അല്ലെങ്കിൽ കുടുംബം സ്വർഗമാണ് എങ്ങനെയാവുമ്പോൾ സഹകരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഐക്യപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ നരകമാണ്, തൊട്ടതും പിടിച്ചതും ഒക്കെ പ്രശ്നമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മെസ്സേജ് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അദ്ദേഹത്തിന്റെ സ്കൂളിലേക്ക് പുതിയൊരു ടീച്ചർ വന്നു. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഇങ്ങനെ പറയാം, നിങ്ങളുടെ സ്കൂളിൽ പുതിയൊരു ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആ ടീച്ചർക്ക് ചെറിയൊരു മീശ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഭാര്യ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നു, ഉണ്ടാ? ഓ ആ ശരി, പുതിയ ടീച്ചർ, എന്താ പേര്? ടീച്ചർ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഒരു പ്രശ്നവും ഭാര്യയ്ക്കില്ല. ഭർത്താവ് വെറുതെ രസകരമായിട്ട് വന്നതാ, പുതിയ ടീച്ചർക്ക് ചെറിയ പൊടിമീശുള്ള ടീച്ചറാണ് വന്നത്. പിന്നെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ ഈ മാഷനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കല്ല് വീടിന്റെ മുമ്പിൽ ഇറക്കിയിട്ടുണ്ട്. അത്
ഭർത്താവ് അറിഞ്ഞിട്ടില്ല, ഈ മാഷ് അറിഞ്ഞിട്ടില്ല. മാഷ് നടന്നു വന്നപ്പോ ഈ കല്ലിൽ തട്ടി വീഴാൻ പോയി. നേരെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആരാണ് ഈ വഴിയിലൊക്കെ ഇട്ടത്, ഈ വഴിയിൽ കല്ലിട്ടത്, ഈ കല്ലിട്ട ഒന്ന് പറഞ്ഞൂടെ? ഈ സമയത്ത് ഭാര്യ പറഞ്ഞൊരു മറുപടിയുണ്ട് ഭർത്താക്കന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പറയണം, ഇതൊന്ന് കേൾക്കണം. ആ ഭാര്യ പറയാണ്, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭാര്യ പറയാം, ഓ ടീച്ചറുടെ മുഖത്തുള്ള പൊടിമീശ കാണാൻ കഴിയും, പക്ഷേ വഴിയിൽ കിടക്കുന്ന കല്ല് കാണാൻ കഴിയില്ലല്ലേ. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇസ്ലാമിക മാതൃകയില്ല. ഇതൊക്കെ നമുക്ക് തരണം ചെയ്തു പോവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കുടുംബം രസകരമാവണം, സന്തോഷമുള്ളതാവണം. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിയുമായി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ആയിഷ ബി ചെറിയ കുട്ടിയാകുന്ന സമയത്താണ് ആദ്യത്തെ ഓട്ട മത്സരം നടത്തുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി, ആയിഷ ബീവിയും ഓടി. ആയിഷ ബീവി ജയിച്ചു. കാരണം ആയിഷ ബീവി അന്ന് ചെറിയ കുട്ടിയാണ്, ഓടാൻ പറ്റുന്ന പ്രായമാണ്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവിയൊക്കെ എന്തായി, വയസ്സായി, തടിയൊക്കെ കൂടി. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി ചോദിച്ചു, ഒരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ഓട്ട മത്സരം നടത്തി, നബി ജയിച്ചു. നബി പറഞ്ഞു, അന്ന് നീ എന്നെ തോൽപ്പിച്ചതിനെ പകരം വീട്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ. അപ്പോഴല്ലേ കുടുംബത്തിനൊക്കെ രസമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭാര്യമാർ നമ്മൾ സഹകരിക്കണം. അവർക്കും എല്ലാവർക്കും ദേഷ്യത്തിന്റെ രൂപം ഉണ്ടാവും, മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവും. ആരും ദേഷ്യമോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളോ ഇല്ലാത്ത ആരും ദുനിയാവിലില്ല. നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ചിരിയും രസങ്ങളും ഒന്നും മാത്രമല്ല കുടുംബത്തിൽ. ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് പറയാം, എന്ത് രസമാണ് അവരുടെ കുടുംബ ജീവിതം, ലാവിഷായിട്ട് പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ രഹസ്യമായ കിടപ്പറയിൽ അവർക്കും പ്രശ്നങ്ങളായിരിക്കും. വീടിന്റെ ഉള്ളിൽ അവരും പ്രശ്നത്തിലാണ്, പരസ്പരം കലഹിക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ കാണില്ല. നമ്മൾ കരുതോ, എന്റെ വീട്ടിൽ മാത്രം എന്നും പ്രശ്നങ്ങളാണ്, ഭക്ഷണം എങ്ങനെയാണ്, ഒരു വണ്ടിയില്ല, അല്ലെങ്കിൽ വാഹനമില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങളില്ല, വീടില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചു. എന്നാൽ ലോകത്തിൽ വീടില്ലാതെ റോഡിന്റെ സൈഡിൽ കിടക്കുന്ന എത്രയോ ആളുകൾ ചിന്തിക്കുന്നുണ്ടോ? വാടക വീട്ടിൽ വർഷങ്ങളോളമായി ജീവിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. വാഹനങ്ങളില്ലാതെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ചകൾ ചെയ്യണം. എന്നാൽ കുടുംബ ജീവിതം നല്ല രസമായിരിക്കും. നമ്മുടെ ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട് ഭാര്യമാരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മക്കളുമായി ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എന്നാൽ കുടുംബ ജീവിതം വിജയിക്കും. അല്ല, നമ്മൾ നമ്മുടെ ജോലി, ബിസിനസ്, കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണെങ്കിൽ അത് കുടുംബമല്ല, അതൊരു വേറെ എന്തോ ഒരു സംഭവമാണ്. ചെലവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ കുടുംബജീവിതത്തിന്റെ ധർമ്മം. ഭാര്യയോട് സംസാരിക്കണം, അവരുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കണം, അവരുമായി സ്നേഹവും സന്തോഷവും കളിയും തമാശയും ഒക്കെ ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമുക്കൊന്ന് ലാളിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അർത്ഥമുണ്ടാവുന്നത്. ഇൻഷാ അല്ലാഹ് ദീർഘമായി പറയാൻ പറ്റിയ ഒരു അവസരമല്ല. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞു. നമ്മൾ മാതൃകാ കുടുംബങ്ങളായി മാറണം. പൊട്ടലും ചീറ്റലുമില്ലാതെ നല്ല കുടുംബങ്ങളായി മാറാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.